നമസ്കാരം. പാർപ്പിട നിർമ്മാണ രംഗത്തെ ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന ബ്യൂട്ടിഫുൾ ഹോംസ് പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് സെഗ്മെന്റുകളാണ് ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലും ഉള്ളത്. നിർമ്മാണം പൂർത്തിയായ ഒരു വീടിന്റെ ഡിസൈൻ സ്റ്റൈലും കൺസ്ട്രക്ഷൻ മെത്തേഡ്സും പരിചയപ്പെടുത്തുന്നതാണ് അതിലെ ആദ്യത്തെ സെഗ്മെന്റ്. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതെങ്ങനെ ഇരിക്കും എന്ന് വോക്ക് ത്രൂ ആനിമേഷൻ വഴി മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ പാർപ്പിട നിർമ്മാണ രംഗത്ത് ഇന്നുണ്ട്. അത് വിശദമാക്കുന്നു സെഗ്മെന്റ് നമ്പർ 2-ലൂടെ. ആദ്യ സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീട് ഇനി കാണാം. മനോഹരമായ എക്സ്റ്റീരിയറും ഭംഗിയാർന്ന ഇന്റീരിയർ അറേഞ്ച്മെന്റ്സും ഒക്കെയുള്ള ഒരു വീട്. ഇതാ നോക്കൂ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. വെറും 6-7 സെന്റ് മാത്രം വലിപ്പം വരുന്ന പ്ലോട്ടിൽ നിർമ്മിക്കാവുന്ന ഒരു വീടാണിത്. ഇന്നത്തെ സാഹചര്യത്തിൽ 45 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാവുന്ന ഒരു വീട്. 2250 സ്ക്വയർ ഫുട്ട് വലിപ്പം വരുന്ന ഒരു ഹോം ഡിസൈനാണ് ഇത്. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിംഗ്, ഡൈനിങ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, അപ്സ്റ്റെയർ ലിവിംഗ്, ഓപ്പൺ ടെറസ്, സൈഡ് ബാൽക്കണികൾ എന്നിങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുള്ള ഒരു വീട്. നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് തയ്യാറാക്കിയതാണ് ഈ ഹോം ഡിസൈൻ. ഇതാ നോക്കൂ. രണ്ട് ഹോം ഡിസൈൻസിന്റെ വിശേഷങ്ങളുമായാണ് ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ തേടിയെത്തുന്നത്. റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 2 ബെഡ്റൂമുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് എന്നതായിരുന്നു. അതനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ. ബെഡ്റൂമുകളുടെ എണ്ണം 2 മാത്രമേ ഉള്ളുവെങ്കിലും മറ്റു സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കാർ പോർച്ചുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ഫോയർ ഏരിയ ഉണ്ട്, ലിവിംഗ് ഉണ്ട്, ഫാമിലി ലിവിംഗ് ഉണ്ട്, ഡൈനിങ്, കിച്ചൺ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ഒരു വലിയ വീട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഒപ്പം 2 കോർട്ട്യാർഡുകൾ കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ 2100 സ്ക്വയർ
ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിന് കൂടുതൽ ഫീച്ചേഴ്സ് നൽകിയാൽ എക്സ്റ്റീരിയറിന് വളരെയധികം ബ്യൂട്ടി ഉണ്ടാകും. ഈ വീടിൻ്റെ കാര്യത്തിലും റൂഫിൻ്റെ കാര്യത്തിൽ നൽകിയ ഫീച്ചേഴ്സാണ് എക്സ്റ്റീരിയറിനെ മനോഹരമാക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോറി ഹൗസായിട്ടാണ്, അതും ഒരു കോൺക്രീറ്റ് ഹൗസായി. അത്തരം ഒരു വീടിന് എലിവേഷന് കൂടുതൽ ഫീച്ചേഴ്സ് നൽകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡബിൾ റൂഫ് പാറ്റേണിൽ ഈ വീടിൻ്റെ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് റൂഫിൻ്റെ മുകളിൽ ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ. ആ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിൽ തന്നെ പല ലെവലുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടൈൽസ് പൊതിച്ചിട്ടുമുണ്ട്. പിന്നീട് എലിവേഷനിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബോക്സ് ടൈപ്പും ജോമെട്രിക്കലായിട്ടുള്ള ലൈനുകളും ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഒരുക്കിയത് കൊണ്ടാണ് ഈ വീടിന് ഒരു മനോഹാരിത ഫീൽ ചെയ്യുന്നത്. മനോഹരമായൊരു വീട് അല്ലേ? ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷേ അതിനു മുമ്പായി ഒരു ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. വീണ്ടും സ്വാഗതം ബ്യൂട്ടിഫുൾ ഹോംസിലേക്ക്. ആദ്യ സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീടിന്റെ ബാക്കി കാഴ്ചകൾ ഇതാ തുടർന്ന് കാണും. വീടിന്റെ റൈറ്റ് നാം ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ 2 ലിവിംഗ് ഏരിയ കൊടുക്കുക സാധാരണമാണ്. ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയും ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയയും. ഈ വീട് ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് ആയതുകൊണ്ട് തന്നെ ഈ 2 ഏരിയയും ഒറ്റ നിലയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഫോർമൽ ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് പ്യുവർലി ഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു മുറി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ എനി ടൈം ടൈഡി ആൻഡ് നീറ്റ് ആയി നിൽക്കുന്ന ഒരു മുറിയായിട്ടാണ് അതിൻ്റെ ഡിസൈൻ. അതിനപ്പുറത്ത് വളരെയേറെ പ്രൈവസി ഉള്ള ഒരു മുറിയായിട്ട് കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുറിയിൽ ഗസ്റ്റുകൾ വന്നിരുന്നാൽ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഡിസ്റ്റർബൻസ് Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. 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 Don't be scared. Just open up, don't be scared.
my face while he's looking back. Mirror breaks after math. When I hate, I attack. And when I feel like this, I'm immortal. 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 Don't be scared. Just step up. Don't be scared. ബെഡ്റൂമുകൾ മാത്രമേ ഈ വീടിന് നൽകിയിട്ടുള്ളൂ. പക്ഷേ 2 ബെഡ്റൂം വളരെയധികം സ്പേഷ്യസ്നെസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കിങ് സൈസ് ബെഡ് ഇട്ട് കഴിഞ്ഞാലും ഇഷ്ടംപോലെ സ്പേസ് മുറികളിൽ കിട്ടും. വാക്കിംഗ് ക്ലോസറ്റ്, ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് ഏരിയ എന്നിവ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. വേണമെങ്കിൽ ഈ ബെഡ്റൂമുകളുടെ സൈസ് അല്പം കുറയ്ക്കുകയാണെങ്കിൽ 3 or 4 ബെഡ്റൂമുള്ള ഒരു വീടായി ഇത് ഡിസൈൻ ചെയ്യാനും സാധിക്കും. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇനി ഒരിടവേളയ്ക്കുള്ള സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് 45 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളാണ്. വെറും 6 സെന്റ് മാത്രം വലിപ്പമുള്ള പ്ലോട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു 4 ബെഡ് വില്ലയുടെ കാഴ്ചകൾ. കാത്തിരിക്കുക. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ ഹോംസ്. തുടർന്ന് കാണുക കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് രൂപകൽപ്പന ചെയ്ത ഒരു മനോഹരമായ വില്ലയുടെ 3D ഗ്രാഫിക്സ് കാഴ്ചകൾ. കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായൊരു വില്ലയാണിത്. 6-7 സെന്റുള്ള ചെറിയ പ്ലോട്ടുകളിൽ പോലും നിർമ്മിക്കാവുന്ന ഒരു 2 സ്റ്റോറേജ് വില്ല. 2250 സ്ക്വയർ ഫുട്ട് വിസ്തൃതിയിലാണ്
ഇതിന്റെ രൂപകൽപ്പന. 2 നിലകളിലായി 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, കാർ പോർച്ച്, സിറ്റ് ഔട്ട് തുടങ്ങിയ സൗകര്യങ്ങളുമായാണ് ഇതിന്റെ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. വീട് നിർമ്മിക്കാനുള്ള പ്ലോട്ടുകൾക്ക് ക്ഷാമം നേരിടുന്ന ഇന്നത്തെ കാലത്ത് 6 സെന്റോളം വരുന്ന ചെറിയ പ്ലോട്ടുകളിൽ പോലും നിർമ്മിക്കാം എന്നതാണ് ഈ വീടിന്റെ മേന്മ. ഇന്നത്തെ കാലത്ത് പാർപ്പിട നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ലാൻഡിൻ്റെ അവൈലബിലിറ്റി എന്നുള്ളത്. പണ്ടത്തെ കാലത്തെ പോലെ ഏക്കർ കണക്കിന് ലാൻഡ് ആർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റിയാൽ കൂടെയും അത്രത്തോളം അവൈലബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്ലോട്ടിൽ എത്ര മനോഹരമായി നമുക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ, പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2250 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലും അപ്പോൾ മുകളിലത്തെ ഫ്ലോറിലുമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 6 സെൻറ്റുള്ള ചെറിയ പ്ലോട്ടിൽ പോലും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ചെറിയൊരു പ്ലോട്ടാണെങ്കിൽ കൂടെ ഒരു വലിയ ഫാമിലിയുടെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. പിന്നീട് ഏരിയ ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് താഴത്തെയും മുകളിലത്തെയും ഫ്ലോറും കൂടെ കൂട്ടി 2250 സ്ക്വയർ ഫീറ്റാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ചെറിയൊരു പ്ലോട്ടിൽ എത്ര മനോഹരമായി നമുക്കൊരു വീട് നിർമ്മിക്കാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു ഡിസൈൻ. നിർമ്മിക്കാൻ ചെറിയ പ്ലോട്ട് മതി എന്നത് മാത്രമല്ല ഈ വില്ലയുടെ പ്രത്യേകത. നിർമ്മാണ ചെലവിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൂടി അഫോർഡ് ചെയ്യാവുന്ന ഒരു കോസ്റ്റ് മാത്രമേ വരൂ എന്ന മെച്ചം കൂടി ഇതിനുണ്ട്. 2 നിലയിൽ ആകർഷകമായ എലിവേഷനോട് കൂടി രൂപകൽപ്പന ചെയ്ത ഈ വില്ലയ്ക്ക് സ്ക്വയർ ഫുട്ടിന് 2000 രൂപ പ്രകാരം 45 ലക്ഷം രൂപയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. എക്സ്റ്റീരിയറിലെ സ്റ്റോൺ ക്ലാഡിംഗ് വർക്കുകളും ഉൾപ്പെടെ സ്ക്വയർ ഫുട്ടിന് 2000 രൂപ. സമീപകാലത്ത് കേരളത്തിൽ നിർമ്മാണ ചെലവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടിയതും ലേബർ കോസ്റ്റ് കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. പലയിടങ്ങളിലും സ്ക്വയർ ഫീറ്റിന് 2500 രൂപ വരെ ഒരു വീട് പണിത് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 2000 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് എല്ലാ പണിയും പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ 2250 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് 45 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. വലിയൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു കോമ്പാക്ട് ഡിസൈനാണ് ഈ വില്ലയിലേത്. 2250 സ്ക്വയർ ഫുട്ടാണ് വലിപ്പമെങ്കിലും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയുള്ളതാണ് ഇതിൻ്റെ ഡിസൈൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ 2ഉം അപ്സ്റ്റെയറിൽ 2ഉമായി 4 കിടപ്പറകൾ, ഒപ്പം കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഗ്രൗണ്ട് ഫ്ലോർ ലിവിംഗ്, അപ്സ്റ്റെയർ ലിവിംഗ്, ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, ഡൈനിങ് സ്പേസ്, ബാക്ക് ടെറസ്, 2 സൈഡ് ബാൽക്കണികൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് ഇതിൻ്റെ പ്ലാനിംഗ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഫാമിലിക്ക് യോജിക്കുന്ന ഒരു വീട് കൂടിയാണിത്. സാധാരണയായി ഒരു വലിയ ഫാമിലി പോലും റിക്വയർ ചെയ്യുന്ന ഒരു ഫോർബഡ് ഹൗസാണ്. അതായത് ബേസിക് റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, യൂട്ടിലിറ്റി, ബെഡ്റൂംസ് എന്നിവയെല്ലാം ആണ്. വെറും 6 സെൻറ്റ് പ്ലോട്ടിൽ 2250 സ്ക്വയർ ഫീറ്റിൽ ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു വിശാലമായ ഒരു കാർ പോർച്ച്, സിറ്റ് ഔട്ട്, പിന്നെ ഒരു വിശാലമായ ഒരു ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, കിച്ചൺ, യൂട്ടിലിറ്റി, 2 ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ മുകളിലത്തെ ഫ്ലോറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴത്തേനും ഒരു വിശാലമായ ഒരു അപ്പർ ലിവിങ്, അതിനോടനുബന്ധിച്ച് 2 ബാൽക്കണി, പിന്നെ 2 ബെഡ്റൂം, അത് 2ഉം അറ്റാച്ച്ഡ് ആണ്. പ്ലസ് ബാക്ക് സൈഡിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഫാമിലിയുടെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുള്ളത്.
ഒരു കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 6 മാസം മഴയും 6 മാസം വെയിലും എന്നൊരു രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ നമുക്കൊരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ തന്നെയാണ് ഏറ്റവും ഒരു ഐഡിയൽ ഒരു ഓപ്ഷൻ എന്ന് പറയാനുള്ളത്. അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വില്ലയാണ് ഇത്. ഇതിനൊരു കണ്ടംപററി സ്റ്റൈലാണെങ്കിൽ കൂടെയും നമ്മൾ സ്ലോപ്പിംഗ് റൂഫ് പ്രോപ്പറായിട്ട് കൊടുത്ത് നമ്മുടെ ഭിത്തികളെല്ലാം തന്നെ, അതായത് മഴയിൽ നിന്നും വെയിലിൽ നിന്നും എല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആകെമൊത്തമുള്ള ഒരു റൂഫിംഗ് പാറ്റേൺ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലും വിക്ടോറിയൻ സ്റ്റൈലും മിശ്രണം ചെയ്ത ഒരു മോഡേൺ സ്റ്റൈൽ വില്ലയാണിത്. എങ്കിലും നമ്മുടെ ട്രഡീഷണൽ വാസ്തു നിയമം കൂടി ഇതിൻ്റെ രൂപകൽപ്പനാ ശൈലിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഫേസിംഗ് ആയ ഒരു പ്ലോട്ടിന് യോജിച്ച വിധത്തിലാണ് ഈ വില്ല രൂപകൽപ്പന ചെയ്തത്. അതിനാൽ വടക്ക് കിഴക്ക് കോർണറിൽ കിച്ചൺ, കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം എന്നിങ്ങനെ ട്രഡീഷണൽ വാസ്തുപ്രകാരമുള്ള പൊസിഷനിലാണ് ഇതിൻ്റെ മുറികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വില്ല തന്നെ തെക്കും വടക്കും പടിഞ്ഞാറുമുള്ള പ്ലോട്ടുകളിലും ഇതേ സൗകര്യങ്ങളോടെ ഇതേ എലിവേഷൻ ഫീച്ചറുകളോടെ നിർമ്മിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ട്രഡീഷണൽ വാസ്തുവും മോഡേൺ ഡിസൈൻ കൺസെപ്റ്റും സമന്വയിപ്പിച്ച ഒരു വില്ല കൂടിയാണിത്. സാധാരണയായി ഞങ്ങളെ സമീപിക്കുന്ന എല്ലാ ക്ലയൻസും തന്നെ ട്രഡീഷണൽ വാസ്തു ഫോളോ ചെയ്യുന്ന നിർബന്ധം പറയാറുണ്ട്. അങ്ങനെ ഈ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വാസ്തുവിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് കന്നിമൂല എടുക്കുകയാണെങ്കിൽ തന്നെ സൗത്ത് വെസ്റ്റ് സൈഡിലാണ്, അവിടെയാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അഗ്നികോണിൽ, അതായത് സൗത്ത് ഈസ്റ്റ് സൈഡിൽ, അവിടെയായിട്ടാണ് നമ്മുടെ അടുക്കള വരുന്നത്. അങ്ങനെ എല്ലാ റൂമും തന്നെ, അതായത് ഉൾക്കണക്കെടുത്താലും ചുറ്റളവ് എടുത്താലും എല്ലാം തന്നെ വാസ്തു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് തന്നെയാണ് ഈ വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്.